ഇന്ന് ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വെണ്ടയ്ക്ക മുളക് കറിയുടെ റെസിപ്പിയാണ് ഇത്. ഇച്ചിരി എരിവും ഉപ്പും പുളിയും ഒക്കെയുള്ള നല്ലൊരു ടേസ്റ്റി കറിയാണ്. റെസിപ്പി കണ്ടാലോ? മീഡിയം സൈസ് 3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് സവാള, ചെറിയൊരു ഇഞ്ചി, ഒരു 10 ചെറിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചട്ടിയിലോട്ട് ആദ്യം തന്നെ ഈ തക്കാളി അരിഞ്ഞതും ചെറിയുള്ളി അരിഞ്ഞതും സവാള പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടെ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. സ്പീഡിൽ നമുക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റുന്നൊരു കറിയാണ്. ഇതിലോട്ട് ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ആ സവാളയും തക്കാളിയും ഇഞ്ചിയും എല്ലാം നല്ലപോലെ ഒന്ന് അമക്കി അതൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണേ. നല്ലപോലെ പ്രസ് ചെയ്ത് മിക്സ് ചെയ്ത് അതിനെ ഒന്ന് ഉടച്ചെടുക്കണം. എന്നിട്ട് അതിലോട്ട് പിഴിപുളിയില്ലേ, വാളംപുളി, അതിൻ്റെ വെള്ളം ഒഴിച്ച് വേപ്പിലയിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഞാനിച്ചിരി പെരണ്ട ഉണ്ടാക്കുന്നത്, ചോറിലിട്ട് പെരട്ടി തിന്നാൻ. അപ്പം ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇനി അതവിടെ നല്ല വെന്ത് ഉള്ളിയും തക്കാളിയും എല്ലാം ഒന്ന് നല്ല വെന്ത് അലുത്ത് വരട്ടെ. അപ്പോഴത്തേക്ക് ഞാനൊരു 10-12 വെണ്ടയ്ക്കാനെ കണ്ടില്ലേ വൃത്തിയാക്കി ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ലപോലെ ആ സവാളയും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് അലുത്ത് എണ്ണയൊക്കെ ഒന്ന് മേളിൽ തെളിഞ്ഞ് വരുമ്പം വേണം നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാൻ. ഇനിയൊന്നുമില്ല, എല്ലാം കൂടെ കിടന്ന് നല്ലൊന്ന് തിളച്ച് വെന്ത് വരട്ടെ. അവിടെ അടച്ചിരുന്നൊരു 5-6 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് എല്ലാം നല്ല വെന്ത് വരും. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പും ഇട്ട് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വെണ്ടയ്ക്കൊക്കെ വെന്ത് കണ്ടില്ലേ, ചാറൊക്കെ നല്ല കുറുകി നല്ല ഉപ്പും പുളിയും എരിവും ഒക്കെ ഉള്ളൊരു നല്ലൊരു കറിയാണ്. എളുപ്പക്കറിയല്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇന്ന് ചോറിന് കണ്ടില്ലേ ആ വെണ്ടയ്ക്ക മുളക് കറിയും നമ്മുടെ കായില്ലേ സാദാ പച്ചക്ക അത് മെഴുക്ക് വരട്ടി, ഇത് ചെറിയ ഉള്ളിയും ഉണക്കമുളകും എല്ലാം കൂടെ ഞാനൊരു കമ്പേ കുത്തി ഗ്യാസിൽ വെച്ചൊന്ന് ചുട്ടെടുത്ത്, എന്നിട്ട് തേങ്ങയും ഉപ്പും പുളിയും എല്ലാം കൂടെ അരച്ച് നല്ലൊരു ചമ്മന്തിയായിരുന്നേ. അതും ബീൻസ് മെഴുക്ക് വരട്ടി, പിന്നെ പുളിശ്ശേരി ഉണ്ടായിരുന്നു, കുമ്പളങ്ങ പുളിശ്ശേരി. പക്ഷേ ഞാനത് ചോറിലൊഴിച്ചില്ല, എനിക്ക് ആ വെണ്ടയ്ക്ക മുളക് കറിയിട്ട് പെരട്ടി ചോറ് തിന്നാനായിരുന്നു.